5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അമ്മമാർ ഒരിക്കൽ കൂടി കാലക്ക് ചെത്തി മറിച്ചു. ബലാത്സംഗ പീഡകനെ വെട്ടി ഞുറുക്കി കത്തിച്ചു കളഞ്ഞു. അമ്മമാർക്കൊരു ബിഗ് സല്യൂട്ട്. എന്തിനാണ്, ഇതെവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയുന്നത് വളരെ വളരെ രസകരമാണ്. ഒഡീഷയിലെ ഗണപതി ജില്ലയിലെ മോഹന ഗ്രാമത്തിൽ 60 വയസ്സുകാരനായ ഒരു വിഭാര്യൻ, ഭാര്യ മരിച്ചുപോയ ഒരാൾ, ഒരു വ്യക്തി വിഭാര്യൻ 6 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 60 വയസ്സുകാരനാണ്. രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ഗ്രാമത്തിലെ സ്ത്രീകളെ, പ്രത്യേകിച്ച് പാവപ്പെട്ട സ്ത്രീകളെ പോയി ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ്. 6 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 6ാമത്തെ സ്ത്രീ 52 വയസ്സുകാരിയായിരുന്നു. ആ 52 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തപ്പോൾ അവർ ബാക്കി ഈ ക്രൂരൻ്റെ, ഈ പുരുഷൻ്റെ ബലാത്സംഗത്തിനിരയായ ബാക്കി 5 പേരെ കൂടെ കൂട്ടിയോജിപ്പിച്ച് വാർഡ് മെമ്പറോട് മൗനാനുവാദം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി മൗനസമ്മതത്തോടു കൂടി ഇദ്ദേഹത്തെ വെട്ടി ഞുറുക്കി അവിടുത്തെ ഒരു മലയിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് കത്തിച്ചു. എത്ര മനോഹരമാണ് ആ വാർത്ത. സന്തോഷത്തോടെയും ആനന്ദത്തോടെയും കൂടിയാൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ആ കപാലികൻ, ക്രൂരൻ ഇങ്ങനെ അല്ലായിരുന്നു മരിച്ചെന്ന് വിചാരിക്കുക. ഇവർ കത്തിച്ചു കളഞ്ഞില്ല, അല്ലായിരുന്നു വിചാരിക്കുക. ചിലപ്പോൾ നിയമത്തിൻ്റെ പഴുതിലൂടെ ഇവിടെ ഇറങ്ങി നടക്കും. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടണമെന്നൊക്കെ എഴുതി വയ്ക്കാൻ വളരെ മനോഹരമാണ്. മനോജ്ഞ സുന്ദരമായ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഇന്ത്യൻ പീനൽ കോഡിനെ നമുക്ക് വേണമെങ്കിൽ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ മാറ്റി എഴുതാം. പക്ഷേ ഇവിടെ അമ്മമാർക്ക് അവരുടെ ശരീരം കൊണ്ടു നടക്കാൻ കഴിയണം. സഹോദരിമാർക്ക് അവരുടെ മാനം കൊണ്ടു നടക്കാൻ കഴിയണം. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പാടിയത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ സീതയുടെയും അത് ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യയുടെയും കഥയൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമായിട്ടില്ല. ഇവിടെ അമ്മമാർക്ക് സ്വൈരവികാരം നടത്തി ജീവിക്കാൻ കഴിയണം. അവർ പെണ്ണായി പിറന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. അവർക്കവരുടെ ശരീരം കൊണ്ട് ഇവിടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ആളമുട്ടിയാൽ ചേരയും കടിക്കും. 52 വയസ്സുകാരിയെ പീഡിപ്പിച്ചപ്പോൾ, ബലാത്സംഗം ചെയ്തപ്പോൾ അവർ 6 പേർ, അതിനു മുമ്പ് ബലാത്സംഗത്തിനെതിരെ 5 പേരും കൂടെ 6 പേരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ രഹസ്യമായി സ്നേഹിച്ച് വിളിച്ച് വെട്ടി നുറുക്കി മലയിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അപ്പോഴാണ് മോഹന സ്റ്റേഷൻ ചാനലിൽ SHO ബസന്ത് സേത്തി ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അപ്പോൾ ഈ സംഭവമായി 6 പേരെയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 6 കുന്നൻ പ്രദേശങ്ങളിൽ പോയി ഇത് കണ്ടെത്തിയത് ഈ പോലീസുകാരനാണ്. തീർച്ചയായും ഈ അമ്മമാരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തിനാണ് നിയമവ്യവസ്ഥയെ കയ്യിലെടുത്തവരെ, കത്തിയെടുത്ത് കുത്തിയവരെ, വെട്ടിനുറുക്കിയവരെ, കത്തിച്ചവരെ അഭിനന്ദിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാതെ മുന്നിൽ മാർഗമില്ല. അത്രമാത്രം വേദന, സങ്കടവും ദുഃഖവും പ്രതിഷേധവുമുണ്ട് ഈ വിഷയങ്ങളിൽ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് പോരായ്മയാണോ, നടത്തിപ്പിലെ പോരായ്മയാണോ, എന്താണ് പ്രതിസന്ധി? വളരെ ഗൗരവമായി അങ്ങ് ഒഡീഷയിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇവിടെ 2 വയസ്സുകാരി പെൺകുട്ടിയെ 4 വർഷക്കാലം പീഡിപ്പിച്ച കേരളമുണ്ട്. ഇവിടെ നമ്മൾ ഇതിലൊന്നും അതിൽ ഇത്തരം കാര്യങ്ങളിൽ ഒഡീഷയുമില്ല, കേരളവുമില്ല, ഇന്ത്യയുമില്ല, ലോകവുമില്ല. എല്ലായിടത്തും പെണ്ണു തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. പുരുഷൻ പെണ്ണിനെ കൈവയ്ക്കുന്നതിൽ കാമത്തിനും ദാഹത്തിനും മോഹത്തിനും പ്രായമില്ല, അതിലില്ല, അതിർവരമ്പുകളില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സല്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ കോടതി വ്യവസ്ഥയിൽ എന്തെങ്കിലും അപമാനിക്കലോ കുറ്റപ്പെടുത്തലോ ആയി ഈ സല്യൂട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്നോട് പൊറുക്കുക. ഇതല്ലാതെ മറ്റൊന്നും ഈ വാർത്തയെക്കുറിച്ച് പറയാനില്ല.